ഹേ ഗൈസ്, ഇന്ന് റമദാൻ മാസത്തിലെ മൂന്നാമത്തെ നോമ്പായിരുന്നു. ഇന്നലെ നോമ്പൊക്കെ പിടിച്ചിട്ട് എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷനൊക്കെ പോയിട്ട് വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. അപ്പോൾ ആ വെയിലത്ത് നല്ല ക്ഷീണമായിരുന്നു. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു നല്ല പെരുമഴ കിട്ടിയിരുന്നെങ്കിലെന്ന്. അങ്ങനെ ഇന്ന് വൈകിട്ടൊക്കെ ആയപ്പോൾ നോക്കിയപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല മഴ പെയ്യുമെന്ന്. പക്ഷെ കുറേ നേരമൊന്നും പെയ്യുമെന്ന് വിചാരിച്ചില്ല. കുറച്ച് കഴിഞ്ഞാൽ പോയപ്പോൾ പെരുമഴ, മിന്നലൊക്കെ അടിച്ച് നല്ല പെരുമഴ പെയ്തേട്ടാ. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ റോഡ് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ കുഴിയായിട്ടാണ് വന്നിറങ്ങുന്നത്. അപ്പോൾ വീട്ടിൻ്റെ അകത്തോട്ടൊക്കെ വെള്ളം ഇറങ്ങും. ഈ നമ്മളുടെ വീടിൻ്റെ അപ്പുറത്തൊരു പെരയുണ്ട്, ആ അപ്പുറത്തോട്ട് വെള്ളം പോണേ. ഡാം തുറന്ന് വിട്ട് കണക്കാണ് വെള്ളം പോണത്. റോട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് ഈ പെരയിടത്തിലോട്ട് പോണത്. റോട്ടിലാണെങ്കിൽ വെള്ളം ഫുള്ള് നിറഞ്ഞിടക്കുകയാണ്. നമ്മളുടെ ഗേറ്റിൻ്റെ ലെവലിൽ വെള്ളം നിറഞ്ഞിടക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഫുള്ള് അതിൻ്റെ ഇടയിലൊരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെയാണ് വെള്ളം അങ്ങ് ചാടുന്നത്. ഗേറ്റ് തുറന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട, ആ ഒരു ഹമ്പ് കണക്ക് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് വെള്ളം ഇറങ്ങാതിരിക്കുക. എന്നിട്ടും അതിൻ്റെ മണ്ടേ കൂടെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വല്ല വണ്ടികളൊക്കെ പോണ സമയത്ത് നല്ല രീതിയിൽ ഇങ്ങ് ചാടും വെള്ളം. കണ്ട, രണ്ട് സൈഡിൽ നിന്നും വെള്ളം നേരെ വന്ന് ഇറങ്ങുന്നത് നമ്മുടെ വീടിൻ്റെ ഇവിടെയാണ്. തൊട്ട് ആ സൈഡിൽ ഒരു ഹോളുണ്ട് ആ പെരളത്തിലോട്ട് വെള്ളം പോകാൻ. അതുകൊണ്ടാണ് ഈ വെള്ളമെല്ലാം കുറേയൊക്കെ അങ്ങ് പോകണം. ഇല്ലെങ്കിൽ ഫുള്ള് നമ്മളെ വീട്ടിലാണ് ഇറങ്ങുന്നത്. കണ്ട, എവിടെ നിന്നൊക്കെ കുപ്പികളൊക്കെ ഒലിച്ചു വന്ന് ആ ഹോളിൻ്റെ അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. ഇത് നല്ല രീതിയിൽ വീടിൻ്റെ അകത്ത് പണ്ട് വെള്ളം ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ട് പെട്ടെന്ന് അടിയിലങ്ങ് താരും. ഇല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകം ഫുള്ള് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിൻ്റെ ലെവൽ വരെ വെള്ളം നിറയുമായിരുന്നു. ഫ്രണ്ടിൽ കിടക്കുന്ന ചെരുപ്പുകളും ചട്ടികളും എല്ലാം ഒലിച്ച് നമ്മുടെ വീട്ടിൻ്റെ ബാക്കിൽ പോയി കിടക്കുമായിരുന്നു. പിന്നെ മഴ തോന്നിട്ട് നമ്മളെല്ലാം എടുത്തുകൊണ്ട് വരണം. കാരണം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വെളിയിൽ നിന്ന്. പിന്നെ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് കുറേ നേരം അങ്ങ് കിടക്കാതെ പെട്ടെന്ന് അങ്ങ് താരുന്നുണ്ട്. അത് ഭാഗ്യം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ലവ് യു ആൻഡ് ബൈ.